പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ സ്രഷ്ടാവിന്റെ സവിശേഷമായ കാരുണ്യവർഷം തേടി വിശ്വാസികൾ. വിരുന്നുകാരൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ വിരുന്നുകാരന് വേണ്ട രീതിയിൽ സ്വീകരിക്കുകയും ആ വിരുന്നുകാരന് വേണ്ട കാര്യങ്ങളൊക്കെയും വേണ്ട രീതിയിൽ നടത്തി കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഓരോ സത്യവിശ്വാസിയിലുമുണ്ട്. ഈ വിരുന്നുകാരൻ നാം വിളിച്ചു വരുത്തിയതാണ്. വിശുദ്ധമായ റജബിന്റെ വർണ്ണം പ്രിയത അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ ശഹ്റ റമളാൻ. റബ്ബേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്ത് വിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ എന്ന് 2 മാസത്തെ നീണ്ട പ്രാർത്ഥന സത്യവിശ്വാസം പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായി ഇതാ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ സ്രഷ്ടാവിന്റെ സവിശേഷമായ കാരുണ്യവർഷം തേടി വിശ്വാസികൾ. കാരുണ്യത്തിന്റെ 10 കഴിഞ്ഞ് പാപമോചനത്തിന്റെ 10 സമാഗതമാകാനിരിക്കെ വിശ്വാസികൾ സൽക്കർമ്മങ്ങൾ അധികമാക്കി പ്രാർത്ഥനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുകയാണ്. പുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി ജുമാ മസ്ജിദിൽ ധാരാളം വിശ്വാസികളാണ് എത്തിയത്. കരുണയും കൃപയും വറ്റിപ്പോയെന്ന് വിലപിക്കുന്നതിനു പകരം സഹജീവികളുടെ വേദനകൾക്ക് ശമനമേകാൻ നിസ്വാർത്ഥമായ സേവന മാതൃകകളാണ് തീർക്കേണ്ടതെന്ന് മഹല്ല് ഖത്തീബ് AK ഇസ്മായിൽ അൽ അസ്നി പറഞ്ഞു. വിശ്വാസികൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ മഹല്ല് കമ്മിറ്റി നേതൃത്വം നൽകി. വിശുദ്ധ റമദാൻ സമാഗതമായ സന്തോഷത്തിലാണ് വിശ്വാസികളെല്ലാവരും. വിശുദ്ധ റമദാൻ വരലോടുകൂടെ നമ്മുടെ പള്ളികൾക്ക് ജമാഅത്ത് കൊണ്ടും തറാവീ നിസ്കാരത്തിനും മറ്റുമുള്ള മറ്റ് വിഭാഗത്തുകൾക്ക് കൊണ്ടും എല്ലാം നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണുള്ളത്. വിശുദ്ധ റമദാനിലെ പ്രഥമ വെള്ളിയാഴ്ചയായി ഇന്ന് തന്നെ കാഞ്ഞിരശ്ശേരി മഹല്ലൊക്കെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാണ്. രാപ്പകൽ ഭേദമന്യേ അവർ ഇബാദത്തിൽ ധന്യമാകുന്ന ഇബാദത്തിൽ മുഴുകുന്നതായ ദിവസങ്ങളാണ് ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വരാൻ വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനിൽ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ദാനധർമ്മങ്ങളും പാവപ്പെട്ട ആളുകളെ സഹായിക്കലും ആശ്രിതർക്ക് തുണയാവലും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് സഹചാരി ഫണ്ടിൻ്റെ ശേഖരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ മഹലിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കായ ആളുകൾക്ക് കോടിക്കണക്കായ രൂപ ഒരുപാട് ആയിരക്കണക്കായ ആളുകൾക്ക് അതുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലത്തെ മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട ദിവസങ്ങളാണ്. ന്യൂസ് ഡെസ്ക് CCV.